ഇതെന്താ മോളെ? അയാൾക്ക് കൊടുക്കാനായി ഇത് എന്റെ കയ്യിലുള്ള ചെറിയച്ച. നോക്കട്ടെ. ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ധ്വനിമോളെയും കൊണ്ട് ഞാൻ വരുമ്പോ നീയൊക്കെ കണ്ടാ മതി. ഇതുവരെ പ്ലാൻ ഓക്കെയാണ്. ബാക്കി എന്താവും നോക്കാം. ഫോണിങ്ങിതാ. ഹലോ ജെഡി. പൃഥ്വി പുറത്തേക്ക് പോയിട്ടുണ്ട്. അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ ജെഡി. ഓക്കെ. നമുക്കവിടെ എത്തും മുമ്പ് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. വാ. ഹലോ. ചിലതൊക്കെ നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് പൂർണിമ. എന്റെ സമയത്തിനും നിങ്ങളുടെ സമയത്തിനും വാല്യൂ ഉണ്ട്. വെറുതെ സമയം കളയാതെ ഞാൻ ആവശ്യപ്പെട്ട തെളിവുകൾ തരാൻ തയ്യാറാവണം. വെറുതെ എന്നൊരു ക്രൂരനായ വില്ലനാക്കരുത്. മിസ്റ്റർ മേനോൻ, നിങ്ങൾ എത്ര പണം ആവശ്യപ്പെട്ടാലും ഞങ്ങൾ തരാം. കുഞ്ഞിനെ ഒന്നും ചെയ്യാതെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. നിങ്ങൾ ആവശ്യപ്പെടുന്ന തെളിവുകളൊന്നും ഞങ്ങളുടെ ഇല്ല. നിങ്ങൾ എന്താ എന്നെ പറ്റി കരുതിയത്? കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച് പണം ചോദിക്കുന്ന ഒരു മൂന്നാംകിട ക്രിമിനലാണെന്ന്. ഓർഗനൈസ്ഡ് ക്രൈമുകൾ കോർപ്പറേറ്റ് ലെവലിൽ ചെയ്യുന്ന ബിസിനസ് മാനാണ് ഞാൻ. എന്നെക്കുറിച്ച് നിങ്ങൾക്കും മീഡിയക്കാർക്കും ഗവൺമെന്റിനും ഒന്നും അറിയാത്തത് ഞാൻ കടന്നു വന്ന വഴികളിൽ ഒന്നും എന്റെ കാൽപ്പാടുകൾ അവശേഷിപ്പിക്കാത്തത് കൊണ്ടാണ്. ഒരു തെളിവുകളും ഞാൻ ബാക്കി വെക്കാറില്ല. എല്ലായിടത്തും എന്റെ ചെവികളുണ്ടാവും. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാവും. നിങ്ങളുടെ കുട്ടി എന്റെ പേര് പോലും മെൻഷൻ ചെയ്യാതെ സിംബോളിക്കായി എഴുതിയ കഥയിൽ ഞാൻ വില്ലനായി വന്നത് എങ്ങനെ ഞാൻ അറിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? അതൊക്കെ എന്തോ തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചാണ്. ആ കഥയൊന്നും സത്യമല്ല. നുണകൾ മാഞ്ഞു പോവും, സത്യങ്ങൾ നിലനിൽക്കും. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത സത്യങ്ങൾ മൂടിവെക്കാൻ കഴിയണം. അതിലാണ് നമ്മുടെ മിടുക്ക്, അതിലാണ് നമ്മുടെ നിലനിൽപ്പ്. എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിപ്പോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും. മിസ്റ്റർ മഹാദേവൻ, നിങ്ങളുടെ ചേട്ടനും ആ പോലീസുകാരിയും കൂടി എനിക്കെതിരെ ഉണ്ടാക്കിയ ആ തെളിവുകളെല്ലാം ഞാൻ ഒരിക്കൽ ഇല്ലാതാക്കിയതാണ്. പക്ഷേ അയാൾ അതിൽ എന്തൊക്കെയോ ബാക്കി വെച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനൊരു തെളിവ് ഇവിടെ ഇല്ല. പൂർണിമയ്ക്ക് എന്തോ മനസ്സിൽ തോന്നിയത് മോൾക്ക് കഥയായിട്ട് പറഞ്ഞു കൊടുത്തു. അവളത് സ്വന്തം ഇഷ്ടത്തിന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു തർക്കത്തിന് ഞാനില്ല. കാര്യങ്ങളെ പൂർണിമയ്ക്കറിയാം. ഹലോ പൂർണിമ. ഹലോ. ആ, ഇനി ഞാൻ വിളിക്കില്ല. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോ നിങ്ങൾ മറുപടി പറയണം. ഞാൻ ആവശ്യപ്പെട്ടത് തരാൻ നിങ്ങൾ തയ്യാറാണോ? എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവളെ എനിക്ക് തിരികെ വേണം. ഓക്കെ, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. നിങ്ങളുടെ മകൾ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചെത്തിയിരിക്കും. ഹലോ ഹലോ, ഞങ്ങൾ എവിടെയാ? ഹലോ, ഞങ്ങൾ എവിടെയാ വരേണ്ടത്? ഹലോ മേനോൻ, ഹലോ ഹലോ.
മോളെ നീ എവിടുന്ന് തെളിവ് കൊടുക്കാൻ പോന്നെ? എന്ത് വിചാരിച്ച അയാളോട് അങ്ങനെയൊക്കെ നീ പറഞ്ഞേ? അതെ ചേച്ചി, അങ്ങനെ ഒരു തെളിവും ചേച്ചിയുടെ കയ്യിൽ ഇല്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇപ്പൊ അയാൾക്ക് എന്തെടുത്ത് കൊടുക്കും? കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന അയാൾ ധ്വനിമോളെ തിരിച്ചു തരുമോ? മോളെ നീ എന്തോന്ന് പറയാത്തെ? ഇതെന്താ മോളെ? അയാൾക്ക് കൊടുക്കാനായി ഇത് എന്റെ കയ്യിലുള്ള ചെറിയച്ച. നോക്കട്ടെ. ചേച്ചി, ഇതിൽ എന്ത് തെളിവാ ഉള്ളത്? അച്ഛന്റെ പഴയൊരു ഡയറിയാ. ഇതിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല ദുർഗ. ഈ ഡയറി ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. നമ്പർ ലോക്കിട്ട് വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് എന്തോ രഹസ്യങ്ങൾ ഇതിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഇത് അയാൾക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കരുത് ചേച്ചി. നമുക്ക് വലുത് ഈ ഡയറിയോ ഇതിലെ രഹസ്യങ്ങളോ ഒന്നുമല്ല. ഞങ്ങളെ ധ്വനിമോളാ. അവളെ തിരിച്ചു കിട്ടാൻ ഇവിടെയുള്ള എന്താവശ്യപ്പെട്ടാലും അത് ഞങ്ങൾ കൊടുത്തിരിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോളെ തിരിച്ചു കിട്ടിയാൽ മതി. ചേച്ചി, പൃഥ്വി എന്തായാലും അന്വേഷിച്ചു പോയിരിക്കല്ലേ. പൃഥ്വി തിരിച്ചു വരുന്നവരെ നമുക്ക് തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്കാം. അയാളിൽ നിന്ന് മോളെ രക്ഷിക്കാൻ നമുക്ക് കുറച്ച് സമയം കിട്ടിയേ പറ്റൂ. അതൊക്കെ റിസ്ക് ആണ്. അയാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. മേനോന്റെ പേര് കേട്ടാ പോലീസുകാര് പോലും ഭയന്ന് മാറി നിൽക്കും. ഡയറി കൊടുക്കാന്ന് പൂർണിമ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. എന്തായാലും ഈ ഡയറി അയാൾക്ക് കൊടുത്തേ പറ്റൂ. പൂർണിമ ചേച്ചിയുടെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാവും മേനോനെതിരെ തെളിവുകൾ ശേഖരിച്ചത്.